അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹി നസ്തഈൻ വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അൽ അർബഊൻ നബവിയിലെ ഈ പാഠങ്ങൾ ശ്രവിക്കുന്ന ബഹുമാന്യ ശ്രോതാക്കളെ, 15ാമത്തെ ഹദീസാണ് ഇന്ന് നമ്മളുടെ പഠന വിഷയം. عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال: من كان يؤمن بالله واليوم الآخر فليقل خيرا أو ليصمت، ومن كان يؤمن بالله واليوم الآخر فليكرم جاره، ومن كان يؤمن بالله واليوم الآخر فليكرم ضيفه. رواه البخاري ومسلم. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് ഹദീസ്. അബൂ ഹുറൈറ നമുക്ക് പല പ്രാവശ്യം വന്ന റാവിയാണ്, ഇസ്ലാമിൻ്റെ റാവിയത്തുൽ ഹദീസ്. അന്ന റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, തീർച്ചയായും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറ ഔ ലിയസ്മുത്. മൻ കാന യുഅ്മിനു ബില്ലാഹ്, ആര് അള്ളാഹുവിൽ വിശ്വസിച്ച് അവനെ അംഗീകരിക്കുന്നുവോ, സത്യപ്പെടുത്തുന്നുവോ, വൽ യൗമിൽ ആഖിർ, അന്ത്യനാളിനെയും, ഫൽയഖുൽ ഖൈറ, അവൻ നല്ലത് പറഞ്ഞുകൊള്ളട്ടെ, ഔ അല്ലെങ്കിൽ ലിയസ്മുത്, അവൻ മൗനം ദീക്ഷിച്ചു കൊള്ളട്ടെ. അപ്പോൾ അള്ളാഹുവിൽ ഈമാൻ ഉൾക്കൊണ്ടവർ, അന്ത്യനാളിൽ ഈമാൻ ഉൾക്കൊണ്ടവർ, അള്ളാഹുവിൽ ഈമാൻ ഉൾക്കൊള്ളുന്ന അള്ളാഹു ഉണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല രക്ഷാകർതൃത്വത്തിൽ അവൻ ഏകനാണ്, ആരാധനയിൽ ഏകനാണ്, നാമവിശേഷണങ്ങളിൽ ഏകനാണ്. അള്ളാഹുവിൻ്റെ പ്രവൃത്തികൾ, അതേപോലെ അള്ളാഹുവിൻ്റെ പ്രത്യേകതകൾ, ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ചത്, ഇതൊക്കെ വിശ്വസിക്കുക. അള്ളാഹുവിൻ്റെ വിശ്വാസം അത് സാക്ഷാത്കൃതാക്കുക. കേവല വിശ്വാസമല്ല, പിന്നെയോ അംഗീകാരവും സമ്മതവും അതുണ്ടാകണം. അതേപോലെ വൽ യൗമിൽ ആഖിർ, അന്ത്യനാളിലുള്ള വിശ്വാസം, മരണാനന്തരം മുതൽ ബർസഖി ജീവിതം, പിന്നെ പാരത്രികമായിട്ടുള്ള ലോകത്തേക്കുള്ള ഉയർത്തെഴുന്നേൽപ്പും, അവിടെ നിന്ന് അങ്ങോട്ട് ഹഷറും മഹ്ഷറും, പിന്നെ അങ്ങോട്ടുള്ള വിഷയങ്ങൾ, ഷഫാഅത്ത്, വിചാരണ തുടങ്ങി, സിറാത്ത്, രക്ഷ, ശിക്ഷകൾ, സ്വർഗം, നരകം തുടങ്ങിയുള്ളതായ വിഷയങ്ങളൊക്കെ, അന്ത്യനാളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതൊക്കെ സത്യപ്പെടുത്തി അംഗീകരിച്ച് ജീവിക്കുന്നവർ ഫല്യഖുൽ ഖൈറ, അവർ നല്ലത് പറയട്ടെ എന്നാണ്. അവിടെ ഫല്യഖുൽ ലാമുൽ അംർ എന്നാണ് പറയുക. ക്രിയ കൽപ്പനക്കാണ് എന്നുള്ളത് അറിയിക്കാനാണത്. ഖൈർ പറയുക എന്ന് പറഞ്ഞാൽ തനി ഖൈറായ വാക്കുകളുണ്ട്, ഖൈർ ഉദ്ദേശിക്കപ്പെടുന്ന വാക്കുകളുണ്ട്. തനി ഖൈറായ വാക്കുകളെന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ, 4 ശ്രേഷ്ഠ വചനങ്ങളാണ്. അഹബ്ബുൽ കലാമി ഇലല്ലാഹ് വറസൂലി, അള്ളാഹുക്കും അള്ളാഹിൻ്റെ റസൂലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട 4 വചനങ്ങളാണ് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. സൂര്യനുദിച്ച ഈ ഉലകത്തിൽ കാണപ്പെട്ടതിൽ ഏറ്റവും വിശിഷ്ടമായ വാക്കുകളാണ് ഈ 4 എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. അത് പറഞ്ഞാൽ ഒരു വൃക്ഷത്തിൽ നിന്ന് ഇല പൊഴിയുന്നത് പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വടി കൊണ്ട് ഉണങ്ങിയ ഇലകൾ നിറഞ്ഞു നിൽക്കുന്ന മരത്തെ അടിച്ചു. അപ്പോൾ ഇലകളൊക്കെ പൊഴിഞ്ഞു വീണു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ആ ചിത്രം കാണിച്ച്, ഈ ഇലകൾ പൊഴിയുന്നത് പോലെയാണ് ഒരാൾ ഈ 4 ശ്രേഷ്ഠ വചനങ്ങൾ പറഞ്ഞാൽ അയാളുടെ പാപങ്ങൾ പൊഴിയുക എന്നാണ്. അപ്പോൾ ആ കലിമത്തുകൾ തന്നെ എന്താണ്? ഖൈറാണ്. അതേപോലെ വിശുദ്ധ ഖുർആൻ പാരായണം ഖൈറാണ്. ഒരു ഹർഫിന് ഒരു ഹസനത്ത്, അതിന് 10 ഇരട്ടി പ്രതിഫലാണ്. അലിഫ് ലാം മീം എന്ന് ഓതുന്നവർക്ക് 30 കൂലി. അപ്പോൾ ഖൈറാണ് ആ കലാം. അതേപോലെ ഇപ്പോൾ സാരോപദേശങ്ങൾ, സതുപദേശങ്ങളൊക്കെയും ഖൈറാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് 100 തവണ പറഞ്ഞാൽ സമുദ്രനിരകൾക്ക് തുല്യമാണ് കുറ്റങ്ങളെങ്കിലും അത് പൊറുക്കപ്പെടും, പരിഹരിക്കപ്പെടും എന്നുള്ളതാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ഖൻസു മിൻ കുനൂസിൽ ജന്ന എന്നാണ്. സ്വർഗത്തിലെ ഒരു കനിയാണ്, നിധിയാണ്. ബാബു മിൻ അബ്വാബിൽ ജന്ന എന്നാണ്. അപ്പോൾ അതാണ് ഫലിയഖുൽ ഖൈറൻ, ഖൈർ പറയുക എന്ന് പറഞ്ഞാൽ വാക്കുകൾ തന്നെ ഖൈറായ മഹനീയ വചനങ്ങൾ പറയുക എന്നുള്ളതാണ്. അഫ്ദലു ദുആ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞില്ലേ, അൽഹംദുലില്ലാഹ്, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം, കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ സഖീലത്താനി ഫിൽ മീസാൻ ഹബീബത്താനി ഇലർ റഹ്മാൻ. മീസാനിൽ പുണ്യമായി ഭാരം തൂങ്ങുന്നത്, നാവിന് പറയാൻ എളുപ്പമുള്ളത്, അള്ളാഹ്ക്ക് ഇഷ്ടകരമായ വചനങ്ങൾ. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് തംലആനി ഔ തംലഉ മാ ബൈന അസ്സമാവാതി വൽ അർളാൻ, വാനങ്ങൾക്കും ഭൂമിക്കും ഇടയിൽ പുണ്യം നിറക്കാൻ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ്. അപ്പോൾ പിന്നെ ഖൈറായ കലിമത്തുകൾ
ഇത് പറയുക എന്നുള്ളതാണ്. അതേപോലെ ചില കെലിമത്തുകൾ അത് സുബ്ഹാനല്ലാഹ് പോലെ പുണ്യമായിക്കൊള്ളണമെന്നില്ല, എന്നാലോ അത് പറഞ്ഞതിൽ ലക്ഷ്യം മഹാപുണ്യമായിരിക്കും. ഒരു വ്യക്തിനോട് നമ്മൾ ചോദിക്കുകയാണ്, എന്താണ് നിങ്ങളുടെ വിശേഷം, നിങ്ങൾ റാഹത്തല്ലേ, എന്താണ് നിങ്ങളുടെ വിശേഷം, എന്താണ് നിങ്ങൾക്ക് റാഹത്തല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതൊരാൾ സുബ്ഹാനല്ലാഹ് പറയുന്നത് പോലെ അൽഹംദുലില്ലാഹ് പറയുന്നത് പോലെയുള്ള ഒരു ദിക്റിൻ്റെ ലഫ്ളല്ല. പക്ഷേ അതിനാൽ ആ ഒരു ചോദ്യത്തിലൂടെ ഉദ്ദേശിക്കുന്നതാണ് ഒരു വ്യക്തിയുടെ മനസ്സിൽ സന്തോഷം ജനിപ്പിക്കലാണ്, ഒരു വ്യക്തിക്ക് ആശ്വാസം പകരലാണ്, ഒരു വ്യക്തിക്ക് സുഖം നൽകലാണ്. അത് കാരണത്താൽ ഖൈറായ വാക്കാണ്, അതിന് വലിയ സ്ഥാനവും പുണ്യവുമുണ്ട്. അതുകൊണ്ട് ഫല്യഖുൽ ഖൈറ, ഖൈർ പറയട്ടെ എന്നതിൽ ഇത്തരം സംസാരങ്ങൾ ഫലം കൊയ്യുന്ന, പുണ്യം വരുന്ന, നന്മ പറയപ്പെടുന്ന വാക്കുകളൊക്കെ ഉൾപ്പെടും എന്നുള്ളതാണ്. ഔലിയസ്മുത്ത്, അല്ലെങ്കിൽ അവൻ മൗനം ദീക്ഷിക്കട്ടെ, ഔലിയസ്കുത്ത് എന്നാണ്. സക്കത്ത എന്ന് പറഞ്ഞാൽ അതേ അർത്ഥത്തിലാണ് സമത്ത, മൗനം ദീക്ഷിച്ചു എന്നുള്ളത്. അവിടെയും ലാമുൽ അമ്രാണ്, ഈ ക്രിയ കൽപ്പന ക്രിയയാണ് എന്നുള്ളത് അറിയിക്കാനാണ് ഈ ഒരു പ്രയോഗം, ലാമുൽ അമ്രിൻ്റെ പ്രയോഗം. സംസാരിക്കുമ്പോൾ ഖൈറിനെ ലക്ഷ്യമാക്കുക എന്നുള്ളതാണ്. ഖൈറല്ല എങ്കിൽ മൗനം നിർബന്ധമാണ് എന്നുള്ളതാണ് ഈ കൽപ്പനക്രിയയുടെ പ്രത്യേകത. നല്ലതേ പറയാവൂ എന്നുള്ളതാണ്. ചില പ്രയോഗങ്ങൾ ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തൽഅനു ഷൈത്താൻ, നിങ്ങൾ ഷെയ്ത്താനെ ശപിക്കരുത് എന്ന് പറഞ്ഞു. ഷെയ്ത്താൻ ശാപാർഹനാണ്, പക്ഷേ ഷെയ്ത്താനെ ശപിക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞു? അതുകൊണ്ട് ഖൈറില്ല. കാരണം ഷെയ്ത്താൻ, അതിനാൽ ഷെയ്ത്താനെ ശപിക്കുന്ന അവസ്ഥ തന്നെ ഷെയ്ത്താൻ അഹങ്കരിക്കും. അപ്പോൾ ഷെയ്ത്താനെ അഹങ്കരിക്കാൻ നമ്മൾ കാരണക്കാരാകാണ് ചെയ്യുന്നത്. അപ്പോൾ ഷെയ്ത്താനെ ശപിക്കുന്നതിൽ എന്തില്ല, ഒരു ഖൈറില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഫസ്തഈദു ബില്ലാഹി മിൻഹു, ഷെയ്ത്താൻ്റെ വിഷയത്തിൽ നിങ്ങൾ അള്ളാഹിനോട് അഭയം തേടിക്കോളി. ഷെയ്ത്താൻ്റെ ഷർറിൽ നിന്ന് രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇസ്തിആദത്ത് നടത്താൻ പറഞ്ഞു. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം, അഊദു ബില്ലാഹ്, ഇങ്ങനെ ഇസ്തിആദത്ത് നടത്താൻ പറഞ്ഞ്. ഷെയ്ത്താനെ ശപിച്ചാൽ ഷെയ്ത്താൻ യതആദം എന്നാണ്, ഞാൻ പോന്നവനാണ് എന്ന നിലക്ക് ഷെയ്ത്താൻ നിഗളിക്കും എന്നുള്ളതാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, നമ്മൾ ഒരു കാര്യം സംസാരിക്കുമ്പോൾ ആ സംസാരം അത് ഫലം കൊയ്യുന്ന, ഫലപ്പെടുന്ന സംസാരമായിരിക്കണം എന്നുള്ളതാണ്. നാവ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരവയവമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാവ് ഒന്ന് നൽകി, കാത് 2 നൽകി, കൂടുതൽ കേൾക്കാൻ, കുറച്ച് പറയാൻ. ഈ ഒരു അനുഗ്രഹദാനം തന്നെ തെളിവാണ് എന്ന് ഇമാം ഇബ്നു ഹിബ്ബാനെ പോലുള്ളതായ മഹത്തുക്കൾ ഉണർത്തിയത് നമ്മൾ വായിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പുണ്യങ്ങൾ ഒക്കെ ഉണർത്തിയതിന് ശേഷം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പുണ്യങ്ങൾ പഠിപ്പിച്ചു. നിർബന്ധ കാര്യങ്ങളും മറ്റൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. എന്നിട്ട് അവസാനം പറഞ്ഞത്, അലാ ഉഖ്ബിറുക ബി മിലാക്കി ദാലിക കുല്ലിഹി എന്നാണ്. നിങ്ങൾ ചെയ്യുന്ന പുണ്യങ്ങളെല്ലാം നിങ്ങൾക്ക് നേടിത്തരുന്ന, നിങ്ങൾക്കായി അത് സൂക്ഷിക്കുന്ന കാര്യം അറിയിച്ചു തരട്ടെ എന്നാണ്. അപ്പോൾ ബലായ റസൂലല്ലാഹ്, ഞാൻ റസൂലെ അത് പറഞ്ഞു തരുമെന്ന് പറയാണ്. കാരണം നിർബന്ധ ബാധ്യതകളും ഐച്ഛിക കർമ്മങ്ങളും രാത്രി നിസ്കാരവും ജിഹാദും ഒക്കെ ചെയ്തതിന് ശേഷം അത് പോയി പോകുന്ന അവസ്ഥ ഉണ്ട് എന്ന് കേൾക്കുമ്പോൾ അത് ഏറെ പ്രയാസകരമാണ്. അപ്പോൾ അത് നേടിത്തരുന്ന കാര്യം, നിലനിർത്തുന്ന കാര്യം എന്ത് എന്നുള്ളത് ഓതിത്തരട്ടെ ചോദിച്ചപ്പോൾ ബലായ റസൂലല്ലാഹ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അതുകൊണ്ടാണ് പ്രതികരിച്ചത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? ഫഅഖദ ബിലിസാനി നഫ്സിഹി, സ്വന്തം നാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പിടിച്ചു. എന്നിട്ട് അത് പിടിവിട്ട് റസൂലുള്ളാഹി വഖാൽ പറഞ്ഞു, കുഫ് അലൈക ഹാദാ, ഈ നാവിനെ നീ നിയന്ത്രിച്ചോ എന്നാണ്, ഇതിനെ പിടിച്ചു വെച്ചോ എന്നാണ്. അപ്പോൾ ചോദ്യം, യാ റസൂലല്ലാഹി വ ഇന്നാ ലമുആഖദൂന ബിമാ നതകല്ലം ബി, ഞങ്ങൾ സംസാരിക്കുന്നതിൽ ഞങ്ങൾ പിടികൂടപ്പെടുമോ എന്നുള്ളതാണ്, ഞങ്ങളെ സംസാരിക്കുന്നതിൻ്റെ വിഷയത്തിൽ പിടികൂടപ്പെടുമോ എന്നാണ്. അപ്പോൾ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, സഖിലത്ക ഉമ്മുക യാ മുആദ്, മുആദിനെ അല്പം ഗൗരവത്തിലാണ് റസൂലുള്ളാഹി വിളിച്ചത്. വഹൽ യകുബുന്നാസ ഫിന്നാരി അലാ വുജൂഹിഹിം ഔ ഖാൽ അലാ മനാഖിരിഹിം ഇല്ലാ ഹസാഇദു അൽസിനതിഹിം, ജനങ്ങളെ നരകത്തീയിൽ മൂക്കു കുത്തി വീഴ്ത്തുന്നത്, മുഖം കുത്തി വീഴ്ത്തുന്നത് അവരുടെ നാവ് കൊണ്ടവർ സമ്പാദിച്ച വീഴ്ചകളും കുറവുകളും തെറ്റുകളും അല്ലാതെ മറ്റെന്താണ് എന്നാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചോദ്യം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈമാൻ, നമ്മളുടെ ഇസ്ലാം, നമ്മളുടെ ശ്രേഷ്ഠകർമ്മങ്ങളൊക്കെയും നമുക്ക് പോയി പോകാതിരിക്കാൻ നാവിനെ നമ്മൾ സൂക്ഷിക്കണം എന്നുള്ളതാണ് ഈ ഒരു ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്ന പാഠം. മറ്റൊന്ന്, വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫല്യുക്രിം ജാറഹു. വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അന്ത്യനാളിലും
അള്ളാഹുവിലും ഈമാൻ ഉൾക്കൊണ്ടവർ ഫല്യുക്രിം അവൻ ആദരിക്കട്ടെ ജാറഹു തൻ്റെ അയൽവാസിയെ എന്നാണ്. ഇക്രാമുൽ ജാർ, അയൽവാസിയെ ആദരിക്കുക എന്നുള്ള മസലയാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഫല്യുക്രിം അവൻ ആദരിക്കട്ടെ ജാറഹു തൻ്റെ അയൽവാസിയെ. ഇക്രാമുൽ ജാർ, അയൽവാസിയെ ആദരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ്ലാമിൽ വളരെ ഗൗരവപ്പെട്ട വിഷയമാണ്. അയൽവാസി ആരാകട്ടെ, മുസ്ലിം ആകട്ടെ അമുസ്ലിം ആകട്ടെ ബന്ധു ആകട്ടെ ബന്ധുവല്ലാതിരിക്കട്ടെ, അയൽവാസിയാണോ അത് പുണ്യാളനാകട്ടെ പാപിയാകട്ടെ, അയൽവാസി എന്നുള്ളതാണ് പറയപ്പെട്ടത്. അതിൽ ജാതിയേത് മതമേത് വർഗമേത് ഇതൊന്നും പറഞ്ഞിട്ടില്ല. അബുൽ ആലിയ അർ-റയാഹി ഒരു അൻസാരിയിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ അൻസാരി പറയാണ്, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വഴിയിൽ ഞാനും എൻ്റെ കുടുംബവും കണ്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഒരാളോട് വർത്തമാനം പറയാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഖം കാണാൻ ഞങ്ങളും ഉദ്ദേശിച്ചാണ് വന്നത്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഒരാളോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ വ്യക്തിയിലേക്ക് റസൂലുള്ളാഹി അഭിമുഖമായി നിന്ന് ദീർഘനേരം, എത്ര നേരം എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിൻ്റെ ദീർഘനേരം നൃത്തം കണ്ടിട്ട് എനിക്ക് പോലും സങ്കടം വന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്ന് ഇരുന്നെങ്കിൽ ആശ്വാസമായേനെ എന്ന് തോന്നിപ്പോയി. അങ്ങനെ കുറേ സമയം നിന്ന് സംസാരിച്ചതിന് ശേഷമാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളോട് യാത്ര പറഞ്ഞ് ഞങ്ങളിലേക്ക് വരുന്നത്. അപ്പോൾ നബിയോട് ചോദിച്ചു, റസൂലെ നിങ്ങൾ എത്ര നേരമായി നിന്ന് സംസാരിക്കാൻ തുടങ്ങിയിട്ട്, എന്താണ് നിങ്ങളുടെ വിഷയമെന്ന് ചോദിച്ചപ്പോൾ മാസാലെ ജിബ്രീൽ യൂസീനി ബിൽ ജാർ, ഇതാണ് പ്രതികരിച്ചത്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്നോട് വസിയ്യത്ത് ചെയ്തുകൊണ്ടേയിരുന്നു അയൽവാസിയുടെ വിഷയത്തിൽ എന്നാണ്. അയൽവാസിയുടെ വിഷയത്തിൽ വസിയ്യത്ത് ചെയ്തുകൊണ്ടേയിരുന്നു. ആ വസിയ്യത്തിൻ്റെ ആ നിർത്താനാണ് കണ്ടത്. എന്നിട്ട് ഇസ്ലാം തങ്ങൾ അനുബന്ധമായിട്ട് പറയുന്നുണ്ട്, ഞാൻ വിചാരിച്ചു പോയി അയൽവാസിക്ക് അനന്തരാവകാശമുണ്ടാകും എന്ന് ഞാൻ വിചാരിച്ചു പോകുമാർ നീണ്ട വസിയ്യത്താണ് ചെയ്തത് എന്ന് പറയണ്ടായി. അപ്പോൾ അയൽവാസികൾ ആദരണീയരാണ് ഒരു മുസൽമാൻ്റെ അടുക്കൽ. അയൽവാസി നിർഭയനായിരിക്കണം. വല്ലാഹിലായു മിൻ വല്ലാഹിലായു മിൻ വല്ലാഹിലായു മിൻ നിസ്ലാസ്ലമ തങ്ങൾ 3 തവണ അള്ളാഹുവിൽ സത്യം ചെയ്ത് പറഞ്ഞതാണ്, വിശ്വാസം പൂർണ്ണമാകില്ല, വിശ്വാസം പൂർണ്ണമാകില്ല. അപ്പോൾ ആരുടെ വിശ്വാസമാണ് പൂർണ്ണമാകാത്തതെന്ന് ചോദിച്ചപ്പോൾ മല്ലയഅ്മനു ജാറുഹു ബവായിഖഹു, ആരുടെ ഉപദ്രവമാണോ അയൽവാസി ഭയക്കുന്നത്, ഉപദ്രവത്തിൽ നിന്നാണ് അയൽവാസി നിർഭയനാകാതിരിക്കുന്നത്, അത്തരം ആളുകളുടെ ഈമാനാണ് പൂർണ്ണമാകില്ല എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പോൾ അയൽവാസികൾ നമ്മളിൽ നിന്ന് തീർത്തും നിർഭയരായിരിക്കണം. നമ്മുടെ വാക്കാലുള്ള പ്രവൃത്തിയാലുള്ള പെരുമാറ്റത്താലുള്ള എല്ലാ ഉപദ്രവങ്ങളും അയൽവാസിക്ക് നേരെ പാടില്ല. ഒരു ഉപദ്രവവും അയൽവാസിക്ക് നേരെ പാടില്ല. അതിൽ നിന്നൊക്കെ അയൽവാസി നിർഭയനായിരിക്കണം എന്നുള്ളതാണ്. ഒരിക്കലും അയൽവാസി പ്രയാസപ്പെടാൻ പാടുള്ളതല്ല. അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ അസ് റളിയല്ലാഹു തആല അൻഹു വീട്ടിൽ ഒരു സ്പെഷ്യൽ ഒരുക്കിയാൽ ഒരു ആടിനറുത്ത് അതിൻ്റെ മാംസം ഭക്ഷണമായിട്ട് പാകം ചെയ്തു. ഉടനെ പറയാണ്, നമ്മളെ അയൽവാസി ജൂതന് കൊടുത്തോ? അവരുടെ അയൽവാസി ഒരു യഹൂദനുണ്ടായിരുന്നു. അപ്പോൾ യഹൂദന് കൊടുത്തോ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞാൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അയൽവാസിയെ പരിഗണിക്കാത്തവൻ വിശ്വാസിയാകില്ല എന്ന്. ജിബ്രീൽ എന്നോട് അയൽവാസിയുടെ വിഷയത്തിൽ വസിയത്ത് ഓതിയിട്ടുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ നമ്മുടെ ദീൻ വളരെ മഹനീയമായ ദീനാണ്. സുന്ദരമായ സ്വഭാവങ്ങളും മര്യാദകളും പഠിപ്പിക്കുന്ന ദീനാണ്. ആ ദീനിൻ്റെ മാധുര്യത്തിൽ നമ്മൾ വായിക്കുന്ന വിഷയമാണ് അയൽവാസിയോടുള്ള അദബിൻ്റെ, മര്യാദയുടെ വിഷയം, അയൽവാസിയെ ആദരിക്കുന്നതിൻ്റെ, ബഹുമാനിക്കുന്നതിൻ്റെ വിഷയം എന്നുള്ളതാണ്. പലപ്പോഴും അയൽവാസികളെ ദ്രോഹിക്കുന്ന അവസ്ഥ കാണുവാൻ സാധിക്കും. പല മുസ്ലിമീങ്ങളും അയൽവാസികളെ വഴിമുടക്കി അയൽപക്കത്തേക്ക് മാലിന്യമിട്ട് അയൽവാസികളുടെ അതിരുമാന്തി അയൽവാസികളുടെ അവകാശങ്ങൾ ഹനിച്ച് നന്മകൾ അവർക്ക് തടഞ്ഞ് അയൽവാസിയോട് അസൂയ വെച്ച് അയൽവാസിക്ക് നേരെ അഹങ്കരിച്ച് ശകാരിച്ച് തെറി വിളിച്ച് ശബ്ദം മുഴക്കി പരിസരം മലിനമാക്കി അയൽവാസിയെ അസ്വാരസ്യപ്പെടുത്തി ഇങ്ങനെയൊക്കെ പല മുസ്ലിമീങ്ങളും പെരുമാറുന്നു എന്നുള്ളതാണ്. അതൊക്കെയും തികഞ്ഞ പ്രയാസമാണ് ആ വ്യക്തിക്കുണ്ടാക്കുക എന്നുള്ളത് സഗൗരവം മനസ്സിലാക്കേണ്ടതുണ്ട്. അയൽവാസിയുടെ ദ്രോഹം ആവലാതിപ്പെട്ട ഒരു വ്യക്തി തിരുസവിധത്തിലെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളോട് ക്ഷമിക്കാൻ പറഞ്ഞു. അയൽവാസിയാണ്, ക്ഷമിക്കാൻ പറഞ്ഞു. അയാൾ പോയി വീണ്ടും അയൽവാസി ദ്രോഹിക്കുകയാണ്. അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന് സങ്കടപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളോട് ക്ഷമിക്കാൻ പറഞ്ഞ് മൂന്നാമതും അയൽവാസിയുടെ ദ്രോഹം സഹിക്കാൻ വയ്യാതെ ഈ സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്,
നിൻ്റെ വീട്ടിലെ വിഭവങ്ങൾ, സാമഗ്രികൾ ഒക്കെ പെറുക്കിയെടുത്തിട്ട് വഴിയിൽ വന്നിരിക്കാൻ പറഞ്ഞു, നടുവഴിയിൽ. അങ്ങനെ നടുവഴിയിൽ വന്നിരിക്കുമ്പോൾ ആളുകൾ ചോദിക്കുകയാണ്, എന്താണ് സാധന സാമഗ്രികളുമായി വീട്ടുപകരണങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ വഴിയിലിരിക്കുന്നത്? അപ്പോൾ എൻ്റെ അയൽവാസി എന്നെ ദ്രോഹിച്ചിട്ട് എനിക്ക് അവിടെ പാർക്കാൻ വയ്യ, അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതനുസരിച്ചാണ് ഞാൻ ഇരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ആളുകൾ അയാളെ ശപിക്കാൻ തുടങ്ങി, ഈ ദ്രോഹിയായ അയൽവാസിയെ. ലഅനഹുല്ലാ, അള്ളാഹു അവനെ ശപിക്കട്ടെ എന്ന് പറയാണ്. അവസാനം ആളുകളുടെ ശാപം അയാളുടെ കാതിലെത്തി. ആ ആൾ ഓടി വന്നിട്ട് ക്ഷമാപണം നടത്തുകയാണ്, അയൽവാസിയോട് പറയാണ്, ഇനി നിന്നെ ദ്രോഹിക്കില്ല, നീ മടങ്ങി വാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്ന അയാൾ പറയാണ്, നബിയെ, എന്നെ ആളുകൾ ശപിക്കുന്നു എന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ആളുകൾ ശപിക്കുന്നതിന് മുമ്പ് നിന്നെ അള്ളാഹു ശപിച്ചിരിക്കുന്നു, മലക്കൾ ശപിച്ചിരിക്കുന്നു, നീ അയൽവാസിയെ ദ്രോഹിച്ചത് കാരണത്താൽ എന്ന് പറയുകയാണ്. അപ്പോൾ ഇത്രമേൽ ഗൗരവപ്പെട്ട ഒരു വിഷയമാണ് അയൽവാസികളുടെ വിഷയം. അത് അള്ളാഹുവിൻ്റെ ശാപം, കോപം നേടിത്തരുന്ന കുറ്റമാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ, നഊദു ബില്ലാഹ്. അതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഗൗരവം. വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ജാറഹു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുടർത്തി പറയുന്നത്, വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ദൈഫഹു. വമൻ കാന യുഅ്മിനു ബില്ലാഹ്, അള്ളാഹുവിൽ വിശ്വസിക്കുന്നവർ, വൽ യൗമിൽ ആഖിർ, അന്ത്യനാളിലും, ഫല്യുക്രിം, അവൻ ആദരിക്കട്ടെ, ദൈഫഹു, അവൻ്റെ അതിഥിയെ എന്നാണ്. അവിടെ ദൈഫ് എന്ന് പറഞ്ഞാൽ അതിഥി, അതിഥികൾ, അവരുടെ എണ്ണം എത്രയായാലും. ഇസ്ലാമിൻ്റെ മറ്റൊരു മഹനീയ സ്വഭാവമാണ് ആതിഥ്യം, ആതിഥ്യ മര്യാദ, അതിഥിയെ ആദരിക്കുക എന്നുള്ള വിഷയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിഥിയെ സൽക്കരിക്കുന്നതിൽ ശ്രദ്ധയുള്ളവനായിരുന്നു എന്നതാണ് നബിയുടെ പ്രത്യേകത. അത് ബിഅ്സത്തിന് മുമ്പ് തന്നെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 40-ാമത്തെ വയസ്സിൽ നുബുവത്ത് കൊണ്ട് അള്ളാഹു നബിയെ ആദരിക്കുന്നതിന് മുമ്പ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഒരു സ്വഭാവത്തിൻ്റെ മഹനീയ ഉദാഹരണമായിരുന്നു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഥമ വഹി ലഭിച്ച് ജബലുൻ നൂറിൽ നിന്ന് വന്ന് ഖദീജ റളിയല്ലാഹു തആല അൻഹയോട് തൻ്റെ അനുഭവം അറിയിച്ചപ്പോൾ, ഞാൻ ഭയന്നു പോയി, എൻ്റെ ജീവൻ്റെ വിഷയത്തിൽ ഞാൻ പേടിച്ചു പോയി എന്നൊക്കെ പറയുമ്പോൾ ഖദീജ റളിയല്ലാഹു തആല അൻഹ തിരിച്ചു പറയുന്ന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആശ്വസിപ്പിക്കുന്ന ഒരു പ്രയോഗമുണ്ട്. കല്ലാ വല്ലാഹ്, നിങ്ങളൊരിക്കലും ജീവൻ അപായപ്പെടുകയില്ല. ലാ യുഖ്സീക അല്ലാഹു അബദ, ഒരിക്കലും അള്ളാഹു നിങ്ങളെ മാനം കെടുത്തുകയുമില്ല. എന്നിട്ട് എന്താ പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിഷയത്തിൽ ഖദീജ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവത്തിൽ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വർണ്ണിക്കുന്നത്, റസൂലുള്ളാഹിൻ്റെ മദ്ഹ് പറയുന്നത് എന്താണ്? ഇന്നക ലതസിലുർ റഹീം വതുഖ്രി ദൈഫ് വതഹ്മിലുൽ കൽ വതുഈനു അലാ നവാഇബിൽ ഹഖ്. ഇതൊക്കെ ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ വസ്ഫുകളാണ്, വർണ്ണനകളാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള ആശ്വാസ വചനങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പോൾ നുബുവത്തിനാൽ ആദരിക്കപ്പെട്ടിട്ടേ ഉള്ളൂ. ഖദീജ റളിയല്ലാഹു തആല അൻഹ ഇസ്ലാമിലേക്ക് പിന്നെയാണ് കാലുവെക്കുന്നത്. ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ അവർക്ക് ലഭിച്ചിട്ടില്ല. ഈ വിഷയങ്ങളിലൊന്നും അധ്യാപനങ്ങൾ അവതീർണമായിട്ടുമില്ല. സൂറത്തുൽ അലഖിലെ 5 ആയത്തുകൾ, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം എന്ന 5 ആയത്ത് അത് അവതീർണമായിട്ടേ ഉള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയായിട്ടേ ഉള്ളൂ, ഇതെത്തിക്കുവാൻ റസൂലായിട്ടില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഗുണഗണങ്ങൾ എണ്ണുകയാണ് ആര്? ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ റളിയല്ലാഹു തആല അൻഹ. അതിൽ പറയുന്നത്, നിങ്ങൾ കുടുംബബന്ധം ചേർത്തുന്നു, ഇന്നക ലതസിലുർ റഹീം. അതേപോലെ വതഖ്രി ദൈഫ് അല്ലെങ്കിൽ തുഖ്രി ദൈഫ്, നിങ്ങൾ അതിഥികളെ സൽക്കരിക്കുന്നു. വതഹ്മിലുൽ കൽ, ഭാരം പേർന്നവനെ നിങ്ങൾ താങ്ങുന്നു. വതുഈനു അലാ നവാഇബിൽ ഹഖ്, കാലക്കെടുതികളിൽ, പ്രയാസങ്ങളിൽ നിങ്ങൾ സഹായഹസ്തമായി വർത്തിക്കുന്നു. ഇതൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഗുണഗണങ്ങൾ മഹദി എണ്ണുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിഅ്സത്തിന് മുമ്പ് തന്നെ, പ്രവാചകത്വത്തിന് മുമ്പ് തന്നെ അതിഥിയെ ആദരിക്കുക, സൽക്കരിക്കുക എന്ന വിഷയത്തിൽ മഹനീയ മാതൃകയാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പോൾ പ്രവാചകനായി വാഴ്ത്തപ്പെട്ടതിൽ പിന്നെ ഈ ഒരു സ്വഭാവത്തിൽ അതിൻ്റെ മഹിത മാതൃക എത്രമേൽ ഗംഭീരമായിരിക്കും സല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ അതിഥികൾ വരുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ സൽക്കരിക്കുന്നതിൽ, സ്വീകരിക്കുന്നതിൽ സജീവ ശ്രദ്ധ പുലർത്തിയത്. മദീനയിൽ ഒരു അതിഥി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ഭാര്യമാർ 8 പേരിലേക്കും ആളെ അയച്ചു. ഓരോ ഭാര്യമാരും, റസൂലെ ഇവിടെ രാത്രി ഭക്ഷണമല്ല,
ചിലർ പറഞ്ഞത് ഇവിടെ പച്ചവെള്ളവും കാരക്കയും നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഇല്ല എന്നാണ് വീട്ടിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീടുകളിൽ ഭക്ഷണമല്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. അതിഥിയെ സൽക്കരിക്കാനുള്ള വകുപ്പില്ല എന്നാണ് പറയുന്നത്. എല്ലാ വീടുകളിൽ നിന്നും അത് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൻ യസ്തദീഫു ദൈഫി ഫലഹുൽ ജന്ന, എൻ്റെ അതിഥിയെ ആരാണോ സൽക്കരിക്കുന്നത് അവന് സ്വർഗമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്ത് കേൾക്കെ പറയുക ചെയ്തത്. 8 വീടുകളിലും അതിഥിയെ സൽക്കരിക്കാനുള്ള വിഭവമല്ല എന്നല്ല അവർ പറയുന്നത്. നമുക്ക് പോലും ഒന്നും കഴിക്കാനില്ല റസൂലേ എന്നാണ് പറയുന്നത് സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസല്ലം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇപ്രകാരം പ്രഖ്യാപിച്ചപ്പോൾ അബൂ തൽഹ അൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തെ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ ഉണ്ട്. അപ്പോൾ അബൂ തൽഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അതിഥിയുമായി ചെന്നപ്പോൾ അവിടുന്ന് കേൾക്കുന്ന വർത്തമാനം, കുട്ടികളുടെ ഭക്ഷണമാണുള്ളത്, നമുക്ക് പോലും ഭക്ഷണമല്ല, കുട്ടികൾക്കുള്ള കുറച്ച് ഭക്ഷണമേ ഉള്ളൂ. അപ്പോൾ നവീബി അൽ അത്ഫാൽ കുട്ടികളെ ഉറക്കിക്കിടത്താൻ പറയാണ്. അങ്ങനെ അതിഥിയെ അബൂ തൽഹ ഉമ്മു സുലൈം ദമ്പതികൾ റളിയല്ലാഹു അൻഹുമ സൽക്കരിച്ച ചരിത്രം നമ്മൾ വായിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ അതിഥിയെ സൽക്കരിച്ച ആ വിഷയത്തിൽ മാനത്തുനിന്ന് ആശ്ചര്യത്തിൽ ചിറി തൂകിയെന്നാണ് നമുക്കറിയാം ചരിത്രം. കുട്ടികളെ ഉറക്കിക്കിടത്തി വിളക്ക് അണച്ച് ദമ്പതികൾ ഭക്ഷിക്കുന്നത് പോലെ അഭിനയിച്ച് ഉള്ളത് അതിഥിയെ ഭക്ഷിപ്പിച്ച് ഇരുട്ടിൽ അവർ ഈ ഒരു രംഗം അവതരിപ്പിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വാനങ്ങൾക്കുപരിയിൽ ഈ ദമ്പതികളുടെ മഹിത മാതൃകയിൽ ചിരി തൂകിയതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൽ പ്രതികരിച്ചത് ലഖദ് ളഹിക റബ്ബുന മിൻ സനീഇകുമാ അൽ ബാരിഹ, ഇന്നലെ രാത്രിയിലെ നിങ്ങളുടെ പ്രവൃത്തിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചിരി തൂകിയിരിക്കുന്നു എന്നാണ് പറയുകയുണ്ടായത്. അവിടെ ഇസ്ലാമിൻ്റെ ആതിഥ്യ മര്യാദയുടെ ഒരു മഹനീയമായ ചരിത്രമാണ് സഹോദരന്മാരെ നമ്മൾ വായിക്കുന്നത്. ഏതായാലും നമ്മുടെ ദീൻ സുന്ദരമായ അനുഗ്രഹീതമായ ദീനാണ്. ഈ ദീനിൻ്റെ സൗന്ദര്യം അത് ഇത്തരം അധ്യാപനങ്ങളിൽ വളരെ പ്രകടവും അതിൻ്റെ ചരിത്രം ശോഭനീയവുമാണ്. പലപ്പോഴും ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളെ പലരും തമസ്കരിക്കുകയും അതിനെ ഇകഴ്ത്തി കാണിക്കപ്പെടുന്നതിനു വേണ്ടി പായുശ്രമം നടത്തുകയും ചെയ്യുന്ന പലരെയും നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മൾ ഇത്തരം ഇസ്ലാമിൻ്റെ സുന്ദരമായ മുഖങ്ങളും അതിൻ്റെ ചരിത്രവും പഠിച്ച് ആളുകളുടെ മുമ്പിൽ അവതരിപ്പിച്ച് ഈ സുന്ദര ദീനിനെ തെളിയിച്ച് കാണിക്കേണ്ടവരാണ്. ജീവിതത്തിൽ പ്രയോഗവൽക്കരിച്ച് തെളിയിച്ച് ജീവിക്കേണ്ടവരുമാണ്. നമ്മളാൽ ഒരിക്കലും ഈ ദീൻ മോശമായി വായിച്ചുകൂടാ. മറ്റുള്ളവർ ഇസ്ലാമിനെ മനസ്സിലാക്കുവാൻ നമ്മൾ തടസ്സമായി കൂടാ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും സൽപാന്താവും സൽബുദ്ധിയും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ ഹദീസ് ഇമാം ബുഖാരിയുടെയും മുസ്ലിമിൻ്റെയും നിവേദനമാണ്. ഇമാം നവവി നൽകിയ ഈ 15ാമത്തെ ഹദീസ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ഹദീസ് പഠിക്കാം, മനസ്സിലാക്കാം. അല്ലാഹു നാം ഏവരെയും എല്ലാ നന്മകളിലേക്കും ഉദവിയേറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. പുണ്യമാസമായ വിശുദ്ധ റമദാൻ ഒരു പുണ്യ അതിഥിയായി നമ്മളിലേക്ക് റമദാൻ സമാഗതമാകുന്നു. നല്ല നീയത്തിൽ ഒരുക്കത്തിൽ വിശുദ്ധ റമദാൻ മാസത്തെ സ്വീകരിക്കുവാൻ നമ്മൾ മനസ്സവാച കർമ്മണ ഒരുങ്ങുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നന്മകളിലേക്കും ഉദവിയേറ്റി നാം ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. പരീക്ഷണക്കയങ്ങളിൽ അകപ്പെട്ടവരെ അല്ലാഹു അതിൽ നിന്ന് മോചിപ്പിക്കുമാറാവട്ടെ. രോഗമുള്ളവർക്ക് അല്ലാഹു ശിഫ നൽകുമാറാവട്ടെ. മരണം വരിച്ചവരെ അല്ലാഹു ആഖിറത്തിൽ സംതൃപ്തിയിൽ സ്വീകരിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.